വയലെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ സജീവമായത് അല്ലേ? അതെ. അത് ജോഷിയേട്ടൻ്റെ രക്തം എന്ന് പറയുന്ന ജഗൻ പിക്ചേഴ്സ്. ജഗൻ പിക്ചേഴ്സാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതെ. രക്തം സൂപ്പർ ഹിറ്റായി. ജോഷി, കലൂർ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു ടീം അങ്ങനെ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ജോഷിയേട്ടനായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത്? അത് ജഗൻ പിക്ചേഴ്സ് ചാമരം കഴിഞ്ഞിട്ട് അടുത്തൊരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ, അപ്പോൾ ഞങ്ങളിങ്ങനെ ആരെക്കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കിത്തോയും ഉണ്ട് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മൂർഖൻ എന്നുള്ള ജോഷിയുടെ പടം നമ്മൾ ഇവിടെ പത്മയിൽ കണ്ടു. അതിൽ ജയനാണ്. അതിനകത്തൊരു തുടക്ക സീൻ ഭയങ്കര ഒരു ത്രില്ലിങ്ങാണ്. ഒരു പട്ടിയായിട്ട് ഇയാൾ പോകുന്നൊരു നല്ല ടേക്കിങ്സാണ്. അന്ന് നമ്മളങ്ങനെ ടേക്കിങ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാനും അപ്പച്ചനും കിത്തോയും കൂടി സിനിമ കണ്ടിട്ട് ഇൻ്റർവെല്ലിൽ ഇറങ്ങിയിട്ട് കൊണ്ട് കൊള്ളാം. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇയാളെ കൊണ്ട് ചെയ്യിച്ചാൽ. അന്ന് വർക്കല ജോഷി എന്ന് എന്താണ് പുള്ളിയുടെ അതിനകത്ത് വെച്ച് എന്തോ. ഞാൻ പറയും ജോഷി അപ്പോൾ എവിടെയുണ്ടെന്ന്. ഞാൻ പറയും ജോഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കൊച്ചിൻ ഹനീഫ. അങ്ങനെ അപ്പോൾ കൊച്ചിൻ ഹനീഫ ഞാനുമായിട്ട് നല്ല സുഹൃത്തായതുകൊണ്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കാൻ കൊച്ചിൻ ഹനീഫ. ജോഷി ഹനീഫയും കൂടി മദ്രാസിൽ ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. കൊച്ചിൻ ഹനീഫ കൊടുത്ത് അങ്ങനെ അപ്പച്ചനായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെയാണ് രക്തം എന്നുള്ള സിനിമ ചെയ്യാൻ വേണ്ടി. അന്ന് ഞങ്ങൾ മൾട്ടി സ്റ്റാർ സിനിമ അന്ന് മധു, നസീർ, സോമൻ ആണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നോവലായിരുന്നു ആകാശത്തിന് കീഴെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി എല്ലാ പ്ലാനും ചെയ്തു. പക്ഷേ ജൂൺ മാസത്തിലായതുകൊണ്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ എന്ത് ചെയ്യും, മഴയത്ത് ഞങ്ങൾ മദ്രാസിൽ പോയി ലൊക്കേഷൻ കണ്ടു. പക്ഷെ അവിടുത്തെ പാടമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുന്ന പാടങ്ങളും. പിന്നെ അപ്പച്ചൻ പറഞ്ഞ് ഡേറ്റ് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് കഥ മാറ്റണം. ഞാൻ പറഞ്ഞു കഥ എന്തായാലും എനിക്ക് കഥ കിട്ടണം. ഞാൻ ഡാൻസിൽ വന്ന് ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ കഥയാണ് രക്തം. അത് ആദ്യം ഒരു അത്ഭുതം തോന്നുന്നു. കാരണം കേരളത്തിലും മഴയാണ്, ലൊക്കേഷനിലും മഴ പെയ്യും. അതുകൊണ്ട് കഥ മാറ്റണം എന്നൊരു പ്രൊഡ്യൂസർ പറഞ്ഞേ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിക്കും. കാരണം അന്ന് നസീർ എന്ന് പറയുന്ന ആളുടെ വലിയ മാർക്കറ്റുള്ള സമയം. മധുസാറ്. അപ്പോൾ ഈ മധുസാറിനെ കാണാൻ എനിക്ക് അന്ന് മധുസാറുമായിട്ടുള്ള അടുപ്പമുണ്ട്. കാരണം ഞാൻ പത്രം നടത്തുന്ന കാലഘട്ടത്തിൽ മധുസാറിനെ അറിയാം. അപ്പോൾ ഞാനും അപ്പച്ചനും കൂടെ മധുസാറിൻ്റെ വീട്ടിൽ പോകുന്നതും എൻ്റെ ഈ സിനിമയിൽ തിരക്കഥാകൃത്തായിട്ട് നിൽക്കാൻ കാരണം മധുസാറാണ്. അത് പ്രത്യേകം എനിക്ക് പറയുന്ന ഒരു കാര്യമാണ്. പുള്ളി അഭിനയിച്ചില്ലെങ്കിൽ ആ പ്രൊജക്റ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കഥയാണ്. ഒരു മിലിറ്ററി ആയിട്ട് പുള്ളി, പോലീസ് ഓഫീസറായിട്ട് നസീറും. അങ്ങനെയാണ് രക്തം എന്നുള്ള സിനിമ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ രക്തം എന്നൊരു സിനിമക്ക് പേരിടാനായിട്ട് എങ്ങനെ തോന്നി? എനിക്ക് തോന്നുന്നത് എങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആരിട്ടതാണെന്ന് പറഞ്ഞോളൂ. പക്ഷേ അന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഒരു പോസ്റ്റർ അന്ന് ഷൂട്ടിങ്ങിന് 2 മാസം മുമ്പേ ആദ്യമായിട്ട് മലയാളത്തിൽ പോസ്റ്റർ ഇറക്കിയേക്കണത് ആ പടത്തിനായി. ഒരു ട്രെയിൻ പാഞ്ഞു വരുന്നു, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് രക്തം. അന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ പോസ്റ്റർ വന്ന ഒരു സിനിമയാണ് അത് രക്തം. അതെ 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 അല്ലേ, ഭയങ്കര ഹിറ്റായ പടമാണ്. പിന്നെ അതിനുശേഷമാണ് ജൂബിലി പ്രൊഡക്ഷൻസിൻ്റെ ആരാത്രി എന്ന് പറയുന്ന സിനിമ വരുന്നത്. ജൂബിലിയുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അതിലാണ് മമ്മൂട്ടി നിങ്ങളുടെ ടീമിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ജോഷി, മമ്മൂട്ടി, കലൂർ ഡെന്നീസ് എന്നൊരു ടീമുണ്ടായി. ഏകദേശം ഒരു 25ഓളം പടങ്ങൾ മമ്മൂട്ടിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കുള്ള റെക്കോർഡായിരിക്കും. ഒരു തിരക്കഥാകൃത്തും ഒരു നടൻ്റെ അത്രയും പടങ്ങൾ അല്ലേ? ഞാനും അതിനുശേഷം ഗ്യാപ്പ് ഒന്നുമില്ല. ഇപ്പം തന്നെ മമ്മൂട്ടിയായിട്ട് ചെയ്തിട്ട് അല്ല, എനിക്ക് തോന്നുന്നില്ല വേറൊരു തിരക്കഥാകൃത്തും മമ്മൂട്ടി 25 പടത്തിന് തിരക്കഥ എഴുതിയിട്ടുണ്ടാവും. അതിന് മുമ്പും പിമ്പും ഉണ്ടാവാൻ വഴിയില്ല. സ്വാമി അത്ര ഉണ്ടാവും തോന്നുന്നില്ല. 10-15 പടം എഴുതി. ഒരു വർഷത്തിൽ ഞങ്ങൾ 6-7 പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് ഒരു ഫാമിലി സിനിമയായിരുന്നു. ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് പടം കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ റേപ്പ് ചെയ്യുന്നതും പിന്നെ പ്രതികാരം ചെയ്യുന്ന ഒരു സിനിമ അല്ലേ? പൂർണിമയായിരുന്നു. പൂർണിമ. അതിനുശേഷമാണ് സന്ദർഭം വന്നത് അല്ലേ? അത് 150 ദിവസം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടമായിരുന്നത്. എനിക്ക് ജോഷി ഒരു കുടുംബ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സിനിമ സന്ദർഭമായിരുന്നു. കലൂർ ഡെന്നീസും അങ്ങനെയാണ്, ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അല്ലേ? പിന്നെ കുറേ അധികം പടങ്ങൾ ചെയ്തല്ലോ. കഥ ഇതുവരെ ഒന്നെങ്കിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഹിറ്റുകളായിരുന്നല്ലോ. പിന്നീട് എന്തായിരുന്നു മമ്മൂട്ടിയായിട്ട് ഇടക്കാലത്ത് ഒരു ഗ്യാപ്പ് വരാൻ കാരണം? ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അങ്ങനെ മാറിയെന്നാണ്. ഒരു ഡേറ്റിൻ്റെ പ്രശ്നത്തിലുള്ള ചെറിയൊരു പിണക്കം. അത് ചിലപ്പോൾ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു, പക്ഷെ മമ്മൂട്ടി വളരെ മാന്യത കാണിച്ചു. എനിക്ക് പിന്നീട് തോന്നിയത് പുള്ളി, ഞാൻ മമ്മൂട്ടിക്ക് കഥ ഒക്കെ എഴുതിയിട്ട് പുള്ളി ചോദിച്ചത് നമ്മുടെ കലൂരല്ലേ പത്രക്കാരെന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു. അയാൾ പ്രതികരിച്ചില്ല. അപ്പോൾ അങ്ങനൊരു വലിയ മനുഷ്യനായി. ഞാനാണ് അവിടെ ചെറുതായിപ്പോയത്. പിന്നെ ഇപ്പോഴെൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഈ മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഏറ്റവും നല്ല നടന്മാർ. മാത്രമല്ല സിനിമയെ അവരെ സ്നേഹിക്കുന്ന ആൾ. ഇപ്പോൾ തന്നെ പുതിയ ആളുകളെ വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ നമ്മൾ പൂവിട്ട് തൊഴണം.
മമ്മൂട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ആളുകൾക്കൊക്കെ പുള്ളിയെ പറ്റി ഭയങ്കര അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പുള്ളി എടുത്തടിച്ച് വർത്താനം പറയും, പക്ഷേ ഉള്ളിൽ നന്മയുണ്ട്. ഇപ്പോൾ നമ്മൾ എന്നൊരു ഡേറ്റൊക്കെ ചോദിച്ചാൽ എന്ത് കഥ, എന്ത് ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല, വേണ്ട അത് വിളിക്കും, അങ്ങനെ പണി പോവാതെ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട്. അദ്ദേഹത്തിന് സിനിമയോട് എപ്പോഴും പാഷനാണ്. അത് വേറൊരു വ്യക്തിക്ക് കാണാൻ കഴിയില്ല. ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഒരു പുതിയ സിനിമ തുടങ്ങുന്ന സമയത്ത് പുള്ളി അതിനോട് കാണിക്കുന്ന ഒരു ഇപ്പോഴും മമ്മൂട്ടി എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് ചോദിച്ചാൽ തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് മോഹൻലാലായിട്ട് കുറച്ച് പടങ്ങൾ മോഹൻലാലായിട്ടും ഒരു 5-6 പടം ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ല. എങ്കിൽ പോലും ജോഷിയേട്ടനായിട്ടൊരു സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു, ജനുവരി ഒരു ഓർമ്മ അല്ലേ? കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഹിറ്റ് പടമായിരുന്നു. അത് വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു അന്ന് അല്ലേ? അതെ, ഭയങ്കരമായിട്ട് ഓടിയ സിനിമ. അതെന്തുകൊണ്ടാണെന്ന് മമ്മൂട്ടി, ജോഷി, കലു ഡെന്നീസ് എന്ന് പറഞ്ഞിട്ട് ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിനെ ഒഴിവാക്കിയിട്ട് മോഹൻലാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ, അപ്പോൾ ഒരു നമ്മുടെ എയർ മുകേഷാണ് അതിൻ്റെ ഒരു കഥ. അങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ മോഹൻലാലിനെ വെച്ച് ചെയ്യാം. അങ്ങനെ മോഹൻലാലിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ രണ്ടും കൂടി പോയിട്ടാണ് ഡേറ്റൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ ഒരു വ്യത്യസ്തത ഉള്ളൊരു പടം ചെയ്തെന്ന് മാത്രമല്ല.